അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭാര്യയെ ഭർത്താവ് സഹായിക്കുക, ഭർത്താവിനെ ഭാര്യ സഹായിക്കുക. കുടുംബജീവിതത്തിൽ അതെത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. കാരണം ഭാര്യ ഭർത്തൃ ജീവിതം എന്ന് പറയുന്നത് ചില കൊടുക്കലുകളും വാങ്ങലുകളുമാണ്. അതിൽ സ്നേഹമുണ്ട്, സഹായമുണ്ട്, സഹകരണങ്ങളുണ്ട്, പിന്തുണകളുണ്ട്, പിൻബലങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കലും വാങ്ങലും ചെയ്തുകൊണ്ടാണ് കുടുംബജീവിതം മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ മാപ്പ് കൊടുക്കലും വിട്ടുവീഴ്ച ചെയ്യലും എഴുതിത്തള്ളലും ഈ കൂട്ടത്തിൽ ആവശ്യമായി വരികയും ചെയ്യും. അതൊക്കെ നാം ചില എപ്പിസോഡിൽ പറഞ്ഞു പോയിട്ടുണ്ട്, ചിലതൊക്കെ വരാനിരിക്കുന്നുമുണ്ട്. നാം സഞ്ചരിക്കുന്നത് കുടുംബത്തോടൊപ്പമാണ്. നമ്മുടെ എപ്പിസോഡുകളുടെ ഹെഡ്ലൈൻ തന്നെ സകുടുംബം എന്നാണ്. നാം കുടുംബത്തോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്, അതാരും മറക്കരുത്. ചുരുക്കത്തിൽ കുടുംബജീവിതത്തിൽ സഹായിക്കുക, ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും. ചില ഭർത്താക്കന്മാർക്ക് ദുർവാശികളുണ്ടാകും, ഒരിക്കലും ഭാര്യയെ സഹായിക്കില്ല. താൻ വീട്ടിൽ കൊടുക്കുന്ന എണ്ണിത്തിട്ടപ്പെടുത്തിയ ചിലതുണ്ട്, അതുമാത്രം കൊടുക്കും. അതിലപ്പുറം എന്നോട് ചോദിക്കരുത്, ഞാൻ അറിയില്ല. അങ്ങനെ ഭാര്യയുടെ ഒരുപാട് ആവശ്യങ്ങൾ, മക്കളുടെ ഒരുപാട് ആവശ്യങ്ങൾ, അതിലേക്കൊന്നും ചെലവഴിക്കാതെ, അതിന് വേണ്ടതൊന്നും കൊടുക്കാതെ വീട്ടിലേക്ക് താൻ കൊണ്ടുപോയി ഇടുന്ന ചില പലചരക്കുകളോ ചില പച്ചക്കറികളോ അതിൽ മാത്രം ഒതുക്കുന്ന ചില ദുർവാശിക്കാർ. സത്യത്തിൽ നമ്മേക്കാൾ മോശപ്പെട്ടവർ വേറെ ആരാ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു തിരുവചനം നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ ഉത്തമരാരാ? നിങ്ങളുടെ കുടുംബത്തിന് ഉത്തമരായ ആളുകളാണ്. നിങ്ങളെ സർട്ടിഫൈ ചെയ്യേണ്ടത് ഏറ്റവും വലുത് നിങ്ങളുടെ പ്രിയതമയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ വിജയം, ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ പോലും, ഒന്നിലധികം ഭാര്യമാരെന്ന് പറയുമ്പോൾ അതൊരു ന്യൂനതയായി, കുറവായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുസ്വഭാവമായി യുക്തിവാദികളോ ഇസ്ലാമിനെ പഠിക്കാത്തവരോ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിൽ നാം ആരും വഞ്ചിതരാവേണ്ടതില്ല. ആരാധിക്കുന്ന പല ദേവന്മാർക്കും നൂറുകണക്കിന് ഭാര്യമാരുള്ള കഥകൾ പല ഇസത്തിലും പല മതത്തിലും നമുക്ക് പറയാനും കേൾക്കാനുമുണ്ട്. അതൊക്കെ മറച്ചുവെച്ച് 11 ഭാര്യമാരുള്ള റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്ത്രീലമ്പടനായി പ്രഖ്യാപിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ട്രോളുന്നതും എത്രമാത്രം നീതിരാഹിത്യത്തിൻ്റെ പര്യായമാണ് ആ സ്വഭാവമെന്നത് നമുക്ക് മാന്യമായി വിലയിരുത്താം. എന്തോ ആവട്ടെ, ഞാൻ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി. നിങ്ങളിൽ ഉത്തമരാരാ? നിങ്ങളുടെ കുടുംബത്തിന് ഉത്തമരായ ആളുകളാണ്. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾ അതുകൂടെ പരിഗണിക്കാൻ അമിതമായതോ ആർഭാടജനകമായതോ ആയ ആവശ്യങ്ങൾ പരിഗണിക്കണം എന്നതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. മാന്യമായതും മാനുഷികമായതുമായ ആവശ്യങ്ങൾ ധാരാളമുണ്ട്. അത് പരിഗണിക്കുന്നിടത്ത് പിശുക്കു കാണിച്ചാൽ അവനൊരിക്കലും ഉത്തമനല്ല എന്ന തിരുവചനം നമ്മയൊക്കെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഇനി ഭാര്യമാരുടെ ഭാഗത്തും അങ്ങനെ തന്നെയാണ്. ഞാൻ ഭർത്താവിനെ സഹായിക്കില്ല. ചില നിർണായക ഘട്ടങ്ങൾ വരുമ്പോൾ ഭാര്യയുടെ പക്കൽ സ്വർണമുണ്ടാകാം, ഭാര്യയുടെ പക്കൽ സ്ഥലമുണ്ടാകാം, ഭാര്യയുടെ പക്കൽ എന്തെങ്കിലുമൊക്കെ സമ്പത്തുണ്ടാകാം. ഞാനൊരിക്കലും എൻ്റെ ഭർത്താവിന് കൊടുക്കില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ അധ്വാനിച്ചുണ്ടാക്കിക്കോട്ടെ, അദ്ദേഹം വേണമെങ്കിൽ കടം വാങ്ങിക്കോട്ടെ, അദ്ദേഹം വേണമെങ്കിൽ പലിശക്കെടുത്തോട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇതിനൊക്കെ ഇടവരുത്തിയാലും ഞാൻ സഹായിക്കില്ല, എൻ്റെ സ്വർണം അനക്കില്ല, എൻ്റെ ഭൂമി നൽകില്ല, എൻ്റെ സമ്പത്ത് കൊടുക്കില്ല എന്ന പിടിവാശിക്കാരികളായ ചില ആളുകൾ. സത്യത്തിൽ നമ്മുടെ ആ സ്വഭാവം എത്രമാത്രം മോശകരമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രിയായ അസ്മാ റളിയല്ലാഹു അൻഹയോട്, ആയിഷ ഉമ്മയുടെ സഹോദരിയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇറുല്ലഹി മസ്തത്വഅതി. നിനക്കെത്ര കഴിയുമോ അത്ര നീ ചെലവഴിച്ചു.
ഭർത്താവിന് വേണ്ടി നിനക്ക് എത്ര കഴിയുമോ അത്ര നീ ചെലവഴിച്ചോ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. എന്നല്ല, സ്ത്രീകളുടെ ദാനധർമ്മങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിക്കുകയാണ്. തസദ്ദഖ്ന ഫഇന്നകുന്ന അക്സറു ഹതബി ജഹന്നം. കത്തിയാളുന്ന നരകാഗ്നിയിലെ വിറകുകളായി കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. അതുകൊണ്ട് നരകാഗ്നിയെ അണച്ചുകളയാൻ നിങ്ങൾ ദാനധർമ്മം ചെയ്യണം എന്ന് സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതും കാണാം. ഒന്നുകൂടെ പറയട്ടെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിൻ്റെ കവാടത്തിൻ്റെ ചാരത്തു വരുന്നു സൈനബ് റളിയല്ലാഹു അൻഹ. ആരാണ് സൈനബ് റളിയല്ലാഹു അൻഹ? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പത്നിയാണ്. മഹ്ദി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അയജ്സി അന്നി അൻ ഉൻഫിഖ അലാ സൗജി. എൻ്റെ ഭർത്താവിന് ഞാൻ വല്ലതും കൊടുത്താൽ, എൻ്റെ ഭർത്താവിൻ്റെ മേൽ ഞാൻ വല്ലതും ചെലവഴിച്ചാൽ എനിക്ക് പ്രതിഫലം കിട്ടുമോ? ഭർത്താവ് മരണപ്പെട്ടു, അനാഥകളായ മക്കളുണ്ട്, അവർക്ക് വല്ലതും ചെലവഴിച്ചാൽ എനിക്ക് പ്രതിഫലം കിട്ടുമോ? ആ സമയം ഈ ചോദ്യകർത്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ളിലിരുന്നു കൊണ്ട് ചോദിക്കുകയാണ്, ആരാണ് ആ ചോദ്യകർത്താവ്? സഹാബി പറഞ്ഞു, സൈനബ് റളിയല്ലാഹു അൻഹ. ഉടനെ നബി തങ്ങൾ ചോദിക്കുന്നു, അയ്യ സയാനിബ്. ചോദിക്കുന്ന ആളെ വ്യക്തമാവണം, അതിനുള്ള രേഖയാണത്. നബി തങ്ങൾ ചോദിക്കുകയാണ്, അയ്യ സയാനിബ്. കുറേ സൈനബമാരുണ്ടല്ലോ, ഏത് സൈനബാണ്? അപ്പോൾ പറഞ്ഞു, ഇംറഅത്തു അബ്ദുല്ലാഹിബ്നു മസ്ഊദ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി എൻ്റെ സഹോദരിമാർ പഠിച്ചു വെക്കണം. നഅം ലഹാ അജ്റാൻ, അജ്റുൽ ഖറാബ വ അജ്റുസ് സ്വദഖ. അവൾക്ക് രണ്ട് പ്രതിഫലമാണ്. ഒന്ന് കുടുംബത്തിന് സഹായിച്ച പ്രതിഫലമാണ്, മറ്റൊന്ന് സ്വദഖ ചെയ്ത പ്രതിഫലമാണ്. അതുകൊണ്ട് ഭർത്താവ് ഭാര്യയെ സഹായിക്കണം, ഭാര്യ ഭർത്താവിനെയും സഹായിക്കണം. അതാണ് ഒരുമയുള്ള ജീവിതം. അവിടെയാണ് സ്നേഹം, അവിടെയാണ് ഐശ്വര്യം. ഇത് നാം തിരിച്ചറിയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.